ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് യൂറോപ്പ് ഗ്രേഡിൻ്റെ പ്രൈമറാണ്. അത് ഓപ്പൺ പോർട്സ് ഒക്കെ ക്ലോസ് ആവാൻ വേണ്ടി അല്ലേ? നമുക്ക് ഫോർമിൻ മേസർ വരുന്നത് ഓയിലി സ്കിന്നിനാണല്ലോ. അപ്പം അങ്ങനെ അല്ലാതെ ഡ്രൈ സ്കിന്നിന് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഓയിൽ പ്രൈമർ ഇട്ടതിൻ്റെ ഒരു ഗുണം നല്ലൊരു ഫിനിഷിങ്ങും ഉണ്ട് അല്ലേ? ഒന്ന് സെറ്റ് ആവണം. കറക്റ്റ് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. സ്കിൻ ഭയങ്കര ലൂസാണെന്നുണ്ടെങ്കിൽ സ്കിന്നിനൊന്ന് വലിച്ചിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ലൈൻസ് കാണും. ഓക്കെ, വീണ്ടും എന്താ സെറ്റ് ചെയ്യണം. ഞാൻ റെവല്യൂഷൻ്റെ ബനാന പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഈ കുട്ടിക്ക് എടുക്കുന്നത് മീഡിയം ബീച്ചാണ്. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ? ലൈറ്റ് ഭയങ്കരമായിട്ട് ടോൺ അറിയുന്നില്ല. മതി, അല്ല മീഡിയം ബീച്ച് അല്ല, പൂർ ബീച്ച്. ജസ്റ്റ് പൗഡർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ? ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും പെൻസിലിടണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വാ വിവിധ. ഓക്കെ, ഒന്ന് തുടച്ചിട്ട് ഇവിടെ ആംഗിൾ ബ്രഷാണ് കേട്ടോ. ഇങ്ങനെ ലൈൻ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുകൊണ്ട് തന്നെ മുകളിലേക്ക് മനസ്സിലായോ? അപ്പം എങ്ങനെയുണ്ട് ആ ഐബ്രോയും ഈ ഐബ്രോയും തമ്മിലുള്ള മാറ്റം അല്ലേ? നാച്ചുറലായിട്ടും തോന്നുന്നു. ആ, നമുക്ക് ഹെവി ആയിട്ട് കൊടുക്കരുത്. റൈറ്റ്. പക്ഷെ എപ്പോഴും ഐബ്രോ കുറച്ചുകൂടെ പൊങ്ങിയിട്ട് വേണം ഭംഗി ഉണ്ടാവുക. ആ, ഇയാൾക്ക് ഒട്ടുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി എടുക്കുന്നുണ്ട്. ഒന്ന് പൊക്കിയെടുക്കുന്നുണ്ട്. ഇത് ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ അല്ലേ? ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ കൂടുതൽ പ്രോഡക്റ്റോ ഒന്നും എടുത്തിട്ടില്ല, ഒരു മാജിക്കും ഇല്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് കാണിച്ചിരുന്നത്.
ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇനി കൺസീലർ കൊണ്ട് കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ നല്ലൊരു ഷേപ്പ് കിട്ടും. ജസ്റ്റ് ഒന്ന് ഷേപ്പ് അറിയാൻ വേണ്ടി മാത്രം. അതെ, എടുത്തത് തന്നെ. അപ്പോൾ ഒരുപാട് എക്സ്ട്രാ ഹെയർ ഉണ്ട് അതിൻ്റെ മുകളിലൂടെ ഇട്ടിരിക്കുന്നത്, കാരണം എന്നാലാണ് ആ ഷേപ്പ് നമുക്ക് അറിയുള്ളൂ. നല്ല ഫെയർ ആണെങ്കിൽ അവർക്ക് പ്യുർ ബീജ് കേട്ടോ. കണ്ടില്ലേ? ഓക്കെ, പിന്നെ ജസ്റ്റ് മുകളിലേക്ക് വരുമ്പോൾ ഒരുപാട് എടുക്കുന്നില്ല, കുറച്ചാണ് കേട്ടോ. ഷേപ്പ് ചെയ്തെടുത്തു. ഇങ്ങനെ ആയിരുന്നോ ഐബ്രോ? അല്ല അല്ല, ഇടുന്നത് ആമി തന്നെയാണ് കേട്ടോ ഷെയ്ഡ്. ജസ്റ്റ് ഒന്ന് പൊക്കുക, ക്രീസിൽ കൊടുക്കുക. അതറിയില്ലേ, ഞാൻ ആമി ഷെയ്ഡാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക. ഇയാൾക്ക് കണ്ണിന് മുകളിൽ നല്ല ചുളിവുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക, പിന്നെ ഒന്ന് റൗണ്ടിങ്. മുകളിലേക്ക് പോകരുത്, ഈ സൈഡിലും പാടില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടും കയറരുത്, അത് ശ്രദ്ധിക്കണം. ലിഡ് നിങ്ങൾക്ക് അനുസരിച്ച്, ഇപ്പോൾ കുഞ്ഞു കണ്ണാണെങ്കിൽ അവിടെ നല്ല ഗ്ലിറ്ററിങ് ഷെയ്ഡ് കൊടുക്കാം, വലിയ കണ്ണാണെങ്കിൽ അത്ര ആവശ്യമില്ല. നമുക്ക് എക്സ്ട്രാ വരികയാണെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ്, കാരണം ഫൗണ്ടേഷനൊന്നും എത്തിയിട്ടില്ലല്ലോ. ഇനി നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതിനെ തന്നെ ഡയറക്റ്റ് കൊടുക്കാം, അല്ല വേറെ ഏതെങ്കിലും. ഞാനിത് നമുക്ക് തുടക്കത്തിൽ നിന്ന് കൊടുത്തിട്ട്, കളർ നല്ലതല്ലേ? നമുക്ക് ലിഡിൽ ഫ്രണ്ട് ആദ്യം ഇത് കൊടുക്കാം, ഗ്രീന് ഈ സൈഡിലും കൊടുക്കാം, അപ്പോൾ ആ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യും. ഇത് സാധാ ലിഡിൽ എടുക്കുന്ന ബ്രഷ്. ഇത് ഞാൻ സത്യം നോർമൽ ഒരു വലിയ റേറ്റ് ഇല്ലാത്തൊരു ബ്രഷാണ്, പണ്ടുണ്ടായിരുന്നതാ, കളയാൻ മനസ്സിലാത്തതുകൊണ്ട് കൂടെ പിടിച്ചിരിക്കുക. നല്ലതാ, റേറ്റ് കുറവായതാ. യൂറോപ്പ് ഗേളിൻ്റെ ഗ്രീൻ ഒന്ന് കൊടുക്കുന്നുണ്ട്, സാരി ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെ, പക്ഷെ ആ കൊച്ചിന് വേറെ ഗ്ലിറ്റർ ഷെയ്ഡ് ആദ്യം വേറെ ഇതായിരുന്നു. ഗോൾഡ് നമ്മൾ ആദ്യം ഇട്ടില്ലേ, അതും കൂടെ അതിലേക്ക് ബ്ലെൻഡ് ആവുക, കാരണം അല്ലെങ്കിൽ രണ്ടും രണ്ട് പാർട്ടായിട്ട് നിൽക്കും. ഒരു ഒഴുക്ക് പോലെ ആയില്ലേ, ആ ഗോൾഡിൽ നിന്ന് അതിലേക്കൊരു ഒഴുക്ക് പോലെ. പിന്നെ സ്മോൾ ബ്ലെൻഡിങ് ബ്രഷും ഉണ്ട്, ജസ്റ്റ് ആ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യുന്നു, ഷെയ്ഡ് ഇതറിയാതിരിക്കാൻ, ലൈൻസ് അറിയാതിരിക്കാൻ വേണ്ടി.
മനസ്സിലായി. അങ്ങനെ എഴുതിയാൽ മതി അല്ലേ? മതി. നല്ല ആവശ്യമില്ല. ലാഷസ് വെക്കുന്നതുകൊണ്ടേ അതാണ് നല്ലത്. ഗോൾഡിൻ്റെ കൂടെ ലൈറ്റായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യാം. മനസ്സിലായോ? സെൻറ്ററിൽ വയ്ക്കുന്നു. പെട്ടെന്ന് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഗ്യാപ്പിലാണ് കേട്ടോ പ്രസ് ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യും. ഓക്കെ, തട്ടിയൊക്കെ കൊടുത്ത് ക്ലീൻ ചെയ്യാം. റോസി പീച്ച് 00013. ഓപ്പറേറ്റേനെ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. അത് ഏത് റേഞ്ചൊക്കെ വരും? 2000 മുകളിൽ 3000 ഉള്ളിൽ വരും. ഇനി കുറച്ച് ലോങ് നോക്കി നമുക്കറിയാം. ഓക്കെ, ഇതിൽ നോക്കൂ. നമുക്ക് ഇതാണ് ആവശ്യം. നല്ലതല്ല, കറക്റ്റ്